ദൈവത്തിന് സ്തുതിയും ദൈവത്തിന് സ്തുതിയും ദൈവത്തിന് സ്തുതിയും. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. കൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ വീഴാനിടയാകരുത്, കഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഹോസ്പിറ്റലിലെയും ഇതിലെ നിവാസികളെയും പ്രവർത്തകരെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നവരെ കാത്തുരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ നയിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അടിമത്തക്കാരോട് നമ്മുടെ നിരീക്ഷിക്കാനായ കർത്താവേ, ഈ ഭവനത്തെയും നിവാസികളെയും ആശീർവദിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമായാൽ പൈതൃകമായ ഇടം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ ആശുപത്രി അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ഇവിടെ വന്നുകൂടുന്നവരെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയ്ക്കായി ഞങ്ങൾ സ്വരുക്കൂട്ടിയിരിക്കുന്ന ഈ IPS സെക്ഷൻ കോർഡിനേറ്റർ ഓഫീസ് കാരുണ്യപൂർവ്വമായി ആശീർവദിച്ച് പൗത്രീകരിക്കണമേ. എല്ലാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ നയിക്കും. സംസർഗവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. നയിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട MDH പ്രവർത്തകരെ, നമ്മുടെ ശുശ്രൂഷയിലേക്ക് കിടക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. വളരെ വിപുലമായ ഒരു ക്രമീകരണമാണ് ഇവിടെ ചെയ്തത്. ചെറിയ പണികളാണ് എന്നൊക്കെ അച്ഛന് MDHലും കിരഞ്ചറിയച്ചിലൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇത് കണ്ടപ്പോൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് നിർവഹിച്ച ഒരു പ്രോജക്റ്റ് പോലെ ആണ് കാണപ്പെടുന്നത്. വളരെ സൗകര്യമായി ഇത് സെൻട്രലൈസ്ഡ് IP ബില്ലിങ്ങിൻ്റെ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും സന്തോഷമായി. ഇതിൻ്റെ ഓഫീസേഴ്സിന്, ബൈസ്റ്റാൻഡേഴ്സിന്, തമ്മിലുള്ള കോർഡിനേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, കാശ് കൊടുക്കുന്നവർക്ക് മാത്രമേ പ്രയാസം കാണുള്ളൂ. ബാക്കി എല്ലാവർക്കും നല്ല സൗകര്യപ്രദമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 5ാം നിലയിൽ എല്ലാം തമ്മിലൊരു യൂണിഫൈങ് ഫാക്ടറായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തരത്തിലുള്ള ഒരു ഫിസിക്കൽ കോർഡിനേഷൻ തന്നെയാണ്. അത് വളരെ സൗകര്യപ്രദമായ രീതിയിൽ, വിപുലമായ രീതിയിൽ, നല്ല ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ അധ്വാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂടിയാലോചനകൾ ഇതിൻ്റെ പിന്നിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള അനുബന്ധ പ്രസ്ഥാനങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആശുപത്രിയിൽ ആയിരുന്ന പരിശുദ്ധരാവ് ഈ മാസികയുടെ ആരംഭത്തിലൊക്കെ റോമിലെ ജമേലി ഹോസ്പിറ്റലിൽ പരിശുദ്ധാവിനൊരു സർജറി ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പിതാവ് വിശ്രമം കഴിഞ്ഞ് 9 ദിവസം വിശ്രമിച്ചാണ് പൊതു രംഗത്ത് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ദിവസം പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Let us put a stop to the frantic running around dictated by our agendas. Let us learn how to take a break and a switch off from the stresses of modern busy life. ആശുപത്രിയിൽ മുൻകൂട്ടി ഏറ്റെടുത്ത പ്രോഗ്രാംസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വിശ്രമത്തിലേക്ക് വരേണ്ടി വന്നപ്പോൾ പരിശുദ്ധ പറഞ്ഞതാണ്, നമുക്ക് വലിയ സ്ട്രെസ്സും സ്ട്രെയിനുമുള്ള നിരവധി പ്രോഗ്രാംസ് കൊണ്ട് ഓടി നടക്കാണ്ട് വല്ലപ്പോഴുമെങ്കിലും ഒരു ലെറ്റ് us ലേൺ ഹൗ ടു ടേക്ക് എ ബ്രേക്ക്, അല്പ നാളത്തേക്ക് ദിവസങ്ങളിലേക്കൊന്ന് മാറി നിൽക്കാൻ പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഫ്രഷായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും. പിതാവിൻ്റെ പേരുകാരനായ ഫ്രാൻസിസ് അസീസിയെ പലതവണ ഓർത്തു. പിതാവ് പറഞ്ഞു, കുരിശിൽ നിന്ന് കേട്ട ശബ്ദം ഗോ ആൻഡ് റിപ്പയർ മൈ ചർച്ച് എന്നുള്ളതായിരുന്നു ശിശുപുണ്യമാണ് കേട്ടത്. അതിൻ്റെ അർത്ഥം റിപ്പയർ ബൈ യുവർ ഫെയ്ത്ത്, ബൈ യുവർ ചാരിറ്റി, ബൈ യുവർ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആൻഡ് ബൈ യുവർ സിംപ്ലിസിറ്റി. ഇങ്ങനെ മാത്രമേ നമുക്ക് സഭയെ റിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മളിവിടെ ആയിരിക്കുമ്പോഴും ഈ റിപ്പയറിങ്ങിനുള്ള ആറ്റിറ്റ്യൂഡ്സ്, ഈ പറഞ്ഞ സ്നേഹവും വാത്സല്യവും പരിഗണനയും എല്ലാം ആയിരിക്കണം. ആര് നമ്മുടെ അടുത്ത് വരുമ്പോഴും ഈ ഒരു റിപ്പയറിംഗ് ഓഫ് ദ ചർച്ച്, ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ചർച്ച് നടക്കണമെങ്കിൽ ഈ സന്ദേശം നമുക്ക് ആവശ്യമാണ്. അവിടെ പാലിയേറ്റീവ് കെയറിൽ ആയിരുന്നപ്പോൾ പരിശുദ്ധാവ് ജമേലി ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള പാലിയേറ്റീവ് കെയറിൽ കിടന്നുകൊണ്ട് പിതാവ് പറഞ്ഞു, എനിക്കിവിടെ ആയിരുന്നപ്പോൾ 2 ചിന്തകളായിരുന്നു. ഒന്ന് സഫറിങ്, 2 ഹോപ്പ്. വലിയ വേദനകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രത്യാശ എനിക്കുണ്ടായിരുന്നു. ആശുപത്രി വരുന്ന ഏത് വ്യക്തിയുടെയും മനസ്സത് തന്നെയായിരിക്കും. പേടിച്ചും നമുക്ക് ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ടെൻഷനുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ള ഒരു പ്രത്യാശയിൽ ആണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സഫറിങ്ങും ഈ ഹോപ്പും ഒരുപോലെ ഞാൻ അനുഭവിച്ച നാളുകളായിരുന്നു അത് എന്ന് വിശുദ്ധ പ്രസംഗിക്കുകയുണ്ടായി. അവസാനമായിട്ട് അന്നത്തെ സന്ദേശത്തിൽ പിതാവ് പറഞ്ഞത്, there I was once again able to enjoy the family life, fraternal and welcoming atmosphere, which was greatly helpful for my recovery after the operation surgery. അവിടെ പരിശുദ്ധ ഊന്നിപ്പറഞ്ഞത്, ആ പാലിയേറ്റീവ് കെയറിൽ അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള എനിക്കൊരു ഫാമിലി ലൈഫ് അനുഭവപ്പെട്ടു, ഫ്രട്ടേണൽ ആൻഡ് വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ. നമ്മളെന്നും മാർശ്രീവായുടെ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടും അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ട കാര്യമായിട്ടും നമ്മളും പല മീറ്റിങ്ങുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പരിധിവരെ എല്ലാം നമ്മൾ കൊടുക്കാൻ പരിശ്രമിക്കുന്നതും ഈ കുടുംബാന്തരീക്ഷമാണ്. ഈ ഫ്രട്ടേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റർലി ആയിട്ടുള്ള വെൽക്കമിങ് അറ്റ്മോസ്ഫിയറാണ്. അവസാനമായിട്ട് പിതാവ് പറഞ്ഞു, പിതാവിനെ കുറിച്ച് ഹോസ്പിറ്റൽ ഡയറക്ടർ പറഞ്ഞത്, ഇവിടെ ഞങ്ങൾ ഹ്യൂമൻ ആൻഡ് സ്പിരിച്വൽ ക്ലോസ്നെസ് ഒന്നിച്ച് കണ്ടു. പരിശുദ്ധപിതാവിൻ്റെ 10 ദിവസത്തെ അവിടുത്തെ താമസത്തിൽ യഥാർത്ഥ മാനുഷികതയും യഥാർത്ഥത്തിലുള്ള ആത്മീയ അടുപ്പവും എന്താണെന്ന് ഞങ്ങൾക്കും മനസ്സിലായി. അത് വലിയൊരു ടീച്ചിങ് ആണെന്ന് നമുക്കറിയാം. നമ്മുടെ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോയി. നമുക്ക് പല പദ്ധതികൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണി നടക്കുകയാണ്. ഇതിൻ്റെ ചെറിയ രൂപത്തിലുള്ള പതിപ്പുകൾ നമ്മുടെ ചെറുപ്പങ്കൽ കവലയിലും മറ്റത്തും പല ടൗണിലും വൈദ്യുത്രയും ഇനി നമുക്ക് പല ചിന്തകൾ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൻ്റെ ഹെറിറ്റേജ് പുറത്തേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഫ്രട്ടേണൽ സിസ്റ്റർലി ചാരിറ്റിയിലും ക്ലോസ്നെസ്സിലും ഹ്യൂമൻനെസ്സിലുമൊക്കെ കൂടുതൽ വളരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ വലിയൊരു പറ്റം ആളുകളുണ്ട്, ശുശ്രൂഷകരുണ്ട്. അതിനെല്ലാം കുട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക ക്ലേശകരമായ കാര്യമാണ്. പക്ഷേ ആ കുട്ടി യോജിപ്പിലാണ് ഇതിൻ്റെ
ഹോംലിനെസ് നിലീനമായിരിക്കുന്നെന്ന് പരിശുദ്ധിതാവ് പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം. ഇത് ഞാൻ പറഞ്ഞത് വിപുലമായ രീതിയിൽ ചിന്തിച്ച് പഠിച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ MDHനെയും പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്റ്റായിട്ട് ഇത്തരം ഓപ്പറേഷൻസിൽ ബന്ധപ്പെടുന്ന ചില ടീം അവരുടെ വലിയൊരു അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ടീം വർക്കിലൂടെയാണ് ഹോസ്പിറ്റല് മുമ്പോട്ട് പോകുന്നത്. വളരെ നല്ല അഭിപ്രായം നമ്മുടെ ആശുപത്രിയെക്കുറിച്ച്. ഞാൻ 3 ആഴ്ച റോമിലും ജർമ്മനിയിലുമായിരുന്നു. അവിടെ നമ്മുടെ രൂപതയിൽ നിന്നുള്ള എല്ലാ അച്ഛന്മാരെയും പ്രദേശിനെയും ഞാൻ കണ്ട് സംസാരിച്ചു. അവരുടെ ഇടയിലും അല്ലെങ്കിൽ അവർ നമ്മുടെ ഈ IT മേഖലയിലൂടെയൊക്കെ അവിടുത്തെ അച്ഛന്മാരും ബിഷപ്സും ഒക്കെ ഇത് കാണുന്നുണ്ട്. അവരും എന്നോട് വലിയ താല്പര്യമായിട്ട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഇവിടുത്തെ ശുശ്രൂഷകളെ കുറിച്ചും എല്ലാം പറയുകയുണ്ടായി. അതിനെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. MDHന് ഡയറക്ടറേഴ്സായിട്ടുള്ള അച്ഛന്മാർ, CEO, ബഹുമാനപ്പെട്ട മാഡം, അതുപോലെ മറ്റ് HODമാർ, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ള അനേകരുടെ വർക്കാണിത്. ഡയറക്റ്റായിട്ട് ഡോക്ടേഴ്സും നേഴ്സുമാരുമാണ് രോഗികളുമായിട്ട് ബന്ധപ്പെടുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്വാളിറ്റിപരമായ വലിയ കുതിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ നല്ല ഒരു ക്ലോസ്നെസ്സിൽ നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് സാധിച്ചതുകൊണ്ടാണ്. യൂറോപ്പിൽ ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഞാനൊന്നും ഒരിടത്തും ഇതേക്കുറിച്ച് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അവർ ഇതേക്കുറിച്ച് വളരെ നല്ല മതിപ്പോടുകൂടി അനേക സ്ഥലങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. ക്രെഡിറ്റ് ഈസ് ടു യു ഓൾ. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്നതിൻ്റെ ഫലമാണ്. നഴ്സുമാരും ഡോക്ടർമാരും ഇവിടുത്തെ മറ്റ് ടീമംഗങ്ങളും എല്ലാം MDHനോടും മറ്റച്ഛന്മാരോടും മാഡത്തോടും CEയോടും എല്ലാം ചേർന്ന് നിന്ന് നല്ല ഒരു നെറ്റ്വർക്കിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുകൊണ്ടാണ്. ഞാൻ സമയപരിമിതി മൂലം കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളെ ഒരിക്കൽ കൂടി ഇതുപോലെ മീറ്റിംഗിൽ പ്രാർത്ഥനയിൽ വളരെയധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. ശേഷവിധിയായിട്ട് എൻ്റെ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയ തിരഞ്ചരേച്ചനെയും ടീമിനെയും ഒരിക്കൽ കൂടി ഓർത്ത് എല്ലാവരെയും മാനസികവായിക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സംഭവിക്കും.